நைஃப் வந்து ஒரிஜினல். அதனால சார் நானே பண்ணுறேன் சார். அப்படி பார்த்தாரு, இப்படி குத்துவேன், அப்படி பிடிப்பார். ജയിലർ അൺലോക്ക് സൂപ്പർ സ്റ്റാർ രജനികാന്ത് അഭിനയിച്ച മെഗാ ബ്ലോക്ക് ബസ്റ്റർ ചലച്ചിത്രം ജയിലറിന് പിന്നിലെ കഥ സബ്ടൈറ്റിലിനോടൊപ്പം നിങ്ങളുടെ സൺ നെക്സ്റ്റിൽ മാത്രം കണ്ടാസ്വദിക്കാം. ഇപ്പോൾ തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇനി എന്താ നിധിയോട് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഇനി അവരൊരു മുറി താമസിക്കട്ടെ. പരസ്പരം സ്നേഹിക്കുന്ന രണ്ടുപേർക്ക് ഒരു പ്രതിജ്ഞയുടെ പേരിൽ എത്ര കാലം അകന്നു കഴിയാൻ പറ്റും? മലരമ്പന്റെ പൂവുമ്പ് തടുക്കാൻ സാക്ഷാൽ പരമശിവനും പാർവതിക്കും പോലും പറ്റിയിട്ടില്ല. പിന്നെയല്ലേ ഗൗതമിനും നിധിക്കും. നിധി, നീ എന്തിനാ എനിക്ക് വേണ്ടി പ്രതിജ്ഞ എടുത്ത്? നിങ്ങളുടെ താലികെട്ട് ചടങ്ങ് നടക്കാൻ ഈ കുടുംബം മുഴുവൻ ആഗ്രഹിച്ചതല്ലേ? നീയൊത്തുള്ള ജീവിതം ഗൗതം സ്വപ്നം കണ്ടതല്ലേ? എനിക്ക് വേണ്ടി നീ എന്തിനാ ഇത്ര വലിയ ത്യാഗം ചെയ്തത്? ഞാൻ ജീവിച്ചിരിക്കുന്നതിൽ ആർക്കും ഒരു പ്രയോജനവും ഇല്ല. പക്ഷെ നീ അങ്ങനെയല്ല. ഈശ്വരമംഗലത്തെ ഭാവി തലമുറയെ പ്രസവിച്ച് വളർത്തിയെടുക്കേണ്ടവളാ നീ. ഈശ്വരമംഗലത്തെ ഭാവി തലമുറ എന്റെ വയറ്റിൽ സുരക്ഷിതമായി വളരും. നീ അതോർത്ത് ടെൻഷൻ അടിക്കണ്ട. പക്ഷേ നിന്റെ കാര്യങ്ങൾ ഓർത്ത് എനിക്ക് നല്ല ടെൻഷനുണ്ട്. ജീവിതത്തിലോ വീണുപോയി, അതിന്റെ കൂടെ സ്റ്റെപ്പിൽ നിന്ന് കൂടി വീണിരിക്കുന്നു. സ്റ്റേ കേസിൽ എങ്ങനെയാ എണ്ണ വന്നത്? അതെനിക്കറിയില്ല നിധി. ആരെങ്കിലും വിളക്കെടുത്ത് താഴെ പോയപ്പോ അതിന് എണ്ണ തൂവിയതായിരിക്കും. അല്ലാതെ എങ്ങനെയാ സ്റ്റെപ്പിൽ എണ്ണ വരുന്നേ? ശരി, താഴെ ചടങ്ങ് നടക്കുമ്പോ നീ എന്തിനാ മുകളിലോട്ട് പോയത്? ഞാൻ വാഷ്റൂമിൽ പോവാൻ. ഒന്ന് ഫ്രഷ് ആയി വന്നപ്പോഴേക്കും മുഹൂർത്തം ആവാറായല്ലോ എന്ന് ടെൻഷനായി. നിന്റെ കഴുത്തിൽ ഗൗതം ആദ്യം താലി കെട്ടുന്നത് എനിക്ക് കാണാൻ പറ്റിയില്ലല്ലോ. അതുകൊണ്ട് ഈ രണ്ടാം താലികെട്ടെങ്കിലും കാണണമെന്ന് എനിക്ക് വാശിയായിരുന്നു. ആ വലിയ ആശയോടെ ഞാൻ ഓടി വന്നത്. ആദ്യത്തെ സ്റ്റെപ്പിലേക്ക് കാല് വെച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ഞാൻ കണ്ണൂർന്നത് ആശുപത്രിയില്. ഭാഗ്യത്തിനാ ജീവൻ തിരിച്ചു കിട്ടിയത്. കൈ ഇനിയും സൂക്ഷിക്കണം. പഴുത്ത് കയറിയാ മുറിച്ചു കളയേണ്ടി വരുമെന്നാ ഡോക്ടർ പറഞ്ഞത്. എന്റെ കൈ പോയാലും എനിക്ക് പ്രശ്നമില്ലമ്മേ. പക്ഷെ നിധിയുടെ ത്യാഗത്തെ കുറിച്ച് അറിഞ്ഞപ്പോ എന്റെ നെഞ്ച് തകർന്നുപോയി. ഇതൊക്കെ ഒരു ത്യാഗമാണോ? ഇവൾക്കും നിഖിലിനും ഒക്കെ ഞാൻ എത്ര വെച്ച് വിളമ്പിയതാ. ഇത്ര രൂപ ചെലവാക്കി. ആ കണക്ക് വെച്ച് നോക്കിയാ നിനക്കൊരു ജീവിതം ഉണ്ടാക്കേണ്ടത് ഇവളുടെ കടമയാ. എന്റെ ത്യാഗത്തിന് മുന്നിലെ ഇവളുടെ ത്യാഗം ഒന്നുമല്ല. ശരി അമ്മായി, ത്യാഗം ഒരു കോമ്പറ്റീഷൻ ആയിട്ട് ആക്കിയാലേ കപ്പ അമ്മായിക്ക് തന്നെ കിട്ടും. എനിക്ക് വല്ലാതെ ദാഹിക്കുന്നു നിധി. കുടിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് പറ്റുമോ? തരാം, നീ റെസ്റ്റ് എടുക്ക. ആ ഫ്രൂട്ട്സ് ഉണ്ടെങ്കിലേ 2 ഗ്ലാസ് ജ്യൂസ് എടുത്തോ നിധി. എനിക്കുള്ളതില് മധുരവും ഐസും കൂട്ടിയിട്ടോ. നീ എന്തിനാ അവള് വലിയ ത്യാഗിയാണെന്ന് പുകഴ്ത്തിയത്? അത്ര വില കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഒന്നും കാണാതെ ഞാൻ അവളെ പുകഴ്ത്തോമേ. ചിലതൊക്കെ കണക്ക് കൂട്ടി തന്നെയാ ഞാൻ മുന്നോട്ട് പോകുന്നേ. അതിന്റെ ഭാഗമാണ് ഈ അടവ് നയം. നീ ഒന്ന് തെളിച്ച് പറ മോളെ, എന്നാലല്ലേ എനിക്ക് കാര്യം മനസ്സിലാവൂ. പറയാം. ശിവനെ റൂമിൽ കൊണ്ട് കിടത്തിയോ? ഞാൻ അവൾക്ക് കുടിക്കാൻ എന്തെങ്കിലും കൊടുക്കട്ടെ? അങ്ങനെ എന്തെങ്കിലും ആക്കണ്ട. കുങ്കുമപ്പൂവും ബദാമും കാഷ്നട്ടും ചേർന്ന പാല് തന്നെ ആവട്ടെ. സ്വന്തം ജീവിതം തന്നെ ശിവാനിക്ക് കൊടുക്കാൻ നിൽക്കുന്നവള് അതായിട്ട് എന്തിനാ കുറയ്ക്കുന്നത്? ലോകത്തന്നെ ആര് കുറ്റപ്പെടുത്തിയാലും അമ്മ എന്നെ ഇങ്ങനെ പറയരുത്. ഞാൻ എന്തു പറഞ്ഞാലും നിനക്കെന്താ? ഈ വീട്ടിൽ എനിക്ക് റോളൊന്നുമില്ലല്ലോ.
ഗൗതമിന് ഞാൻ പണ്ടേ വെറും പാറുവാ, അമ്മ വസുവാ. ആകെ ഒരു ആശ്വാസം നീയായിരുന്നു. ഇപ്പോ നീയും വസു ആഗ്രഹിച്ച വഴി സഞ്ചരിക്കുന്നു. ഞാൻ വെറും അന്യായിപ്പോയി. എന്റെ പ്രവൃത്തികൾ കൊണ്ട് ഞാൻ അമ്മയുടെ ഈ സങ്കടം മാറ്റിയെടുക്കും. വേണ്ട വേണ്ട, നീ എന്നെ പരിചരിക്കൊന്നും വേണ്ട. നിനക്ക് വലുത് നിന്റെ കസിൻ ശിവാനിയല്ലേ? അവളെ ശുശ്രൂഷിക്കോ, അവൾക്ക് ചെറുക്കനെ ഉണ്ടാക്കി കൊടുക്കോ, എന്ത് വേണമെങ്കിലും ചെയ്തോ. ആരും കിട്ടിയില്ലെങ്കിൽ നിന്റെ ഭർത്താവിനെ കൊണ്ട് തന്നെ കെട്ടിക്ക്. പുരാണങ്ങളിലൊക്കെ ഇങ്ങനെ തോഴിമാരെ ഭർത്താവിന് കെട്ടിച്ചു കൊടുത്ത് പണി കെട്ടിയ രാജകുമാരിമാർ ഒരുപാടുണ്ട്. ചന്ദ്രയെ കേട്ടിട്ടില്ലേ? ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ. അവസാനം മഹാമനസ്കത കാണിക്കുന്നവര് തന്നെ വെട്ടിലാവും. ഇവള് ഇപ്പൊ തന്നെ വെട്ടില്ല. കാരണം ഇപ്പോഴേ ഇവള് തോഴിയും ശിവാനി രാജകുമാരിയാ. എന്തിനാ രണ്ടാളും ചേർന്ന് എന്നെ ഇങ്ങനെ പരിഹസിക്കുന്നത്? നിന്റെ മട്ടും മാതിരും കണ്ടിട്ട് തന്നെ. നിനക്ക് ദൈവം നല്ല ഭർത്താവിനെ തന്നു, നല്ല കുടുംബത്തെ തന്നു. ഇപ്പൊ നീ മുഖം തിരിക്കുന്നത് നിന്നെ വഴി നടത്തുന്ന ദൈവത്തിന്റെ മുന്നിലാ മോളെ. എത്രയോ വർഷമായി നിനക്ക് ഏട്ടത്തെയും ശിവാനി അറിയാലോ. നിന്നിൽ നിന്ന് ഈ ഉറപ്പ് കിട്ടാൻ വേണ്ടിയാ ഏട്ടത്തെയും വസുന്ധരാമേടും പ്രകോപിപ്പിച്ചെന്ന് നിനക്ക് മനസ്സിലായില്ലേ? ഇവൾക്കെല്ലാം അറിയാം. മണ്ടികളെ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാം. പക്ഷെ മണ്ടിയാണെന്ന് നടിക്കുന്നവരെ തിരുത്താൻ ബുദ്ധിമുട്ടാ. ഞാൻ നിങ്ങളുടെ മുമ്പിൽ അഭിനയിക്കുകയാണെന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? പിന്നെ അല്ലാതെ സ്വയം വിഡ്ഢിയായി നീ അഭിനയിക്കുന്നത് തന്നെയാ. ലോകത്തെങ്ങും ഇല്ലാത്ത കുറെ പ്രതിജ്ഞകൾ എടുക്കുന്നു, എല്ലാവരുടെയും മുമ്പിൽ വിഡ്ഢിയായി അഭിനയിക്കുന്നു. പക്ഷെ ഒടുവിൽ ജീവിതം നഷ്ടപ്പെട്ട് വെറും കോമാളിയാവാനായിരിക്കും അവരുടെ വിധി. ഞങ്ങളുടെ കഥാപ്രസംഗം കേട്ട് കൂടുതൽ നിൽക്കണ്ട. ശിവാനി ദാഹിച്ചിരിക്കായിരിക്കും. എന്തെങ്കിലും ഉണ്ടാക്കി അവളുടെ വായിൽ ഒഴിച്ചു കൊടുക്ക. ചെല്ല്. ചന്ദ്രിക തെറ്റിദ്ധരിക്കരുത്. അവളെ കാണുമ്പോഴൊക്കെ ഞാൻ എന്റെ വിഷമം പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതിലെനിക്കൊരു പരിഭവമില്ല. എനിക്കുണ്ട് നല്ല സങ്കടം. നോക്കിക്കോ, നമ്മുടെ ഈ പരിഹാസം സഹിക്കാൻ വയ്യാതെ അവള് തീരുമാനം മാറ്റൂ. അതെ, നമ്മൾ മാറ്റിക്കും. മാഡത്തിന് വേണ്ടി ഇത്രയൊക്കെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും സഹിച്ച ഇവളുടെ ഭാവി സേഫ് ആക്കാൻ മാഡം എന്തെങ്കിലും ചെയ്തേ പറ്റൂ. എനിക്കൊരു റെസ്പോൺസിബിലിറ്റിയും നിന്നോടില്ല. എങ്ങനെയെങ്കിലും നിന്റെ കല്യാണം നടത്തി നിന്നെ സേഫാക്കി ഗൗതമിന്റെ കൂടെ ജീവിക്കാൻ നിധി ശ്രമിക്കും. അത് നിനക്കും നിന്റെ അമ്മയ്ക്കും വ്യക്തമായിട്ടറിയാം. അതാ നിങ്ങളുടെ ലക്ഷ്യവും. അതിനിടയിൽ എന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെങ്കിൽ അതുകൂടി അടിച്ചു മാറ്റാനാ ശ്രമം. അല്ല, എന്റെ ലക്ഷ്യം നിധിയെ പുറത്താക്കുക തന്നെയാ. ഗൗതമല്ലാതെ മറ്റൊരാൾ എന്റെ കഴുത്തിൽ താലി കെട്ടില്ല.